എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു ലിഗമെന്റ് ഇഞ്ചുറിയാണ്. കാൽമുട്ടിലെ ആന്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ് ഇഞ്ചുറി. എന്താണ് ആന്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ് ഇഞ്ചുറി? ആന്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ് നമ്മുടെ കാൽമുട്ടിൽ കാണുന്ന ഒരു ലിഗമെന്റ് ആണ്. അവിടെ രണ്ട് ലിഗമെന്റുകൾ മെയിൻ ആയിട്ടുണ്ട്, ACL ആൻഡ് PCL. ACL, PCL സൈനോവിയൽ ഫ്ലൂയിഡിന്റെ അകത്ത്, അതായത് മുട്ടിലെ ക്യാപ്സ്യൂളിന്റെ അകത്ത് കാണുന്ന ലിഗമെന്റുകളാണ്. അതോടൊപ്പം മുട്ടിന് പുറമേ കാണപ്പെടുന്ന രണ്ട് ലിഗമെന്റ് ആണ് മീഡിയൽ കൊളാറ്ററൽ ലിഗമെന്റ്, ലാറ്ററൽ കൊളാറ്ററൽ ലിഗമെന്റ്. ന്റെയും ടിബിയയുടെയും ഇടയിൽ കാണുന്ന കാർട്ടിലേജിനസ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മെനിസ്കസ്. ലാറ്ററൽ മെനിസ്കസ്, മീഡിയൽ മെനിസ്കസ്. സാധാരണയായി നമ്മൾ വാഷർ എന്ന് പറയുന്ന കമ്പോണന്റ് ആണ് മെനിസ്കസ്. Anterior cruciate ligament, posterior cruciate ligament, lateral meniscus, medial meniscus, collateral ligament. എന്താണ് ACL നമ്മളുടെ മുട്ടിൽ ചെയ്യുന്നത്? ACL സാധാരണയായി നമ്മുടെ മുട്ടിന് സ്റ്റെബിലിറ്റി തരുന്നു. അതായത് നമ്മൾ ഓടുമ്പോഴും നടക്കുമ്പോഴും കാൽമുട്ടും മടക്കുമ്പോഴുമെല്ലാം ടിബിയ എന്ന എല്ല് ഫിമർ എന്ന എല്ലിന്റെ താഴെ മുന്നിലേക്ക് സ്ലൈഡ് ചെയ്തു പോകാതെ അത് അവിടെ സ്റ്റേബിൾ ആക്കി വെക്കുന്നു. ACL ലിഗമെന്റ് പൊട്ടിയാൽ കഴിഞ്ഞാൽ, അതായത് ആന്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ് പൊട്ടിക്കഴിഞ്ഞാൽ പേഷ്യൻസ് പറയുന്ന ഒരു കംപ്ലൈന്റ് ഇൻസ്റ്റെബിലിറ്റി ആണ്. എന്തൊക്കെയാണ് നമ്മൾ ലിഗമെന്റ് ഇഞ്ചുറി വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ശീലിക്കുന്നതും ലിഗമെന്റ് ഇഞ്ചുറി കുറയ്ക്കാൻ സാധിക്കും. പിന്നെ എന്നുമുള്ള വ്യായാമം, ക്വാഡ്രിസെപ്സിന്റെയും ഹാംസ്ട്രിങ്സിന്റെയും കോർ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ, അങ്ങനെയുള്ള എക്സസൈസുകളെല്ലാം നമ്മളുടെ ലിഗമെന്റിനെ സ്ട്രെങ്തൻ ചെയ്യാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും. എങ്ങനെയുള്ള ആളുകൾക്കാണ് ലിഗമെന്റ് ഇഞ്ചുറീസ് കൂടുതലായിട്ട് കണ്ടുവരിക? ഓടുന്നതും ചാടുന്നതും ട്വിസ്റ്റ് ഇഞ്ചുറീസും എല്ലാം ലിഗമെന്റ് ഇഞ്ചുറി കൂട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഫുട്ബോൾ തുടങ്ങിയ കളികളെല്ലാം നമ്മുടെ കാലിന്റെ ട്വിസ്റ്റിംഗ് മോഷൻ കൂട്ടുന്നതിന് കാരണമാകുന്നു. ഇത് മുഖേന ഇങ്ങനെയുള്ള ആളുകളിൽ ACL ഇഞ്ചുറി കൂടുതൽ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് ആക്സിഡന്റുകൾ. കാറിൽ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഡാഷ്ബോർഡ് വന്ന് ഇടിക്കുന്ന ഇഞ്ചുറിയാണ് ഡാഷ്ബോർഡ് ഇഞ്ചുറി എന്ന് പറയുക. ഈ സമയത്ത് നമ്മളുടെ മുട്ട് തെന്നി മാറാനുള്ള സാധ്യത, അതായത് നീ ഡിസ്ലൊക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളുടെ മുട്ടിലുള്ള എല്ലാ ലിഗമെന്റുകളും തന്നെ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതായത് ACL, PCL, കൊളാറ്ററൽ ലിഗമെന്റ് എല്ലാം പൊട്ടിപ്പോകാനുള്ള സാധ്യത. എന്താണ് ACL ഇഞ്ചുറി? ACL ഇഞ്ചുറി പലതരത്തിലുണ്ടാകാം. അതായത് പ്രായമാകുന്ന ഒരാളിൽ ACL ലൂസായി, നമുക്കതിനെ ലാക്സിറ്റി എന്ന് പറയും, വലിച്ചിൽ ഉണ്ടായിട്ട് ഉണ്ടാകുന്ന ഇഞ്ചുറി. അല്ലെങ്കിൽ പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കാരണമോ വീഴ്ച കാരണമോ ഉണ്ടാകുന്ന പൊട്ടൽ, ACL കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിമാറാം. തരം ഇഞ്ചുറികളാണ് ACL സംഭവിക്കുക. ഒന്നല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ACL പൊട്ടുന്ന ഒരു ഇഞ്ചുറി. ഇത് രണ്ടുമല്ലാതെ ACL ഒരു പീസ് ബോണോട് കൂടെ തന്നെ പറഞ്ഞു പോരുന്നത് നമ്മൾ ACL അവൽഷൻ എന്ന് പറയും. ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ, ഇതൊരു പെട്ടെന്നുണ്ടായ ഇഞ്ചുറി ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുട്ടിലേക്ക് കുറച്ച് ബ്ലീഡിങ്, അതായത് രക്തസ്രാവം ഉണ്ടാകുകയും അതിന് ഹീമാർത്രോസിസ് എന്ന് പറയും. മുട്ട് സ്വെല്ലിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നീര് വരാം, ചൂട് അനുഭവപ്പെടാം, വേദന അനുഭവപ്പെടാം, മുട്ട് അനക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇൻസ്റ്റബിലിറ്റി, അതായത് സ്റ്റെയർ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ടിബിയ ഫിമറിന്റെ അടിയിൽ തെന്നി മാറുന്ന ഒരു ഫീലിംഗ് അതുണ്ടാകുമെന്ന് പറയാറുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുക, ഒരു ഗിവിംഗ് വേ സെൻസേഷൻ. അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും എന്താണ് ഇതിന്റെ കാരണമെന്ന് നമ്മൾ അതിന്റെ ടെസ്റ്റുകളിലൂടെ കണ്ടെത്തുകയും വേണം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ക്ലിനിക്കൽ ടെസ്റ്റുകളാണ് ലാക്മാൻ ടെസ്റ്റ് ആൻഡ് ആന്റീരിയർ ഡ്രോയർ ടെസ്റ്റ്. ലാക്മാൻ നമ്മൾ ടിബിയ ഫിമറിന്റെ അടിയിൽ നിന്നും വലിച്ചു മുന്നിലേക്ക് നോക്കുന്ന ഒരു ടെസ്റ്റ് ആണ്. ഇതിന്റെ സമയത്ത് ഈ ട്രാൻസ്ലേഷൻ 5 mm താഴെയാണെങ്കിൽ അതിന് ഗ്രേഡ് 1 എന്നും, 5 മുതൽ 10 വരെ ആണെങ്കിൽ ഗ്രേഡ് 2 എന്നും, 1 സെന്റിമീറ്ററിന് മുകളിൽ ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ അതിന് ഗ്രേഡ് 3 എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഈ ടെസ്റ്റിന്റെ പേരാണ് ആന്റിരിയർ ഡ്രോയർ ടെസ്റ്റ്. നിങ്ങൾ സാധാരണ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ടെസ്റ്റ് ഡോക്ടർ നിങ്ങളുടെ കാലിൽ ചെയ്തിട്ടുണ്ടാകാം. ഇവിടെ നമ്മൾ ചെയ്ത് നോക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ആണ് നിങ്ങളുടെ മുട്ടിന്റെ എക്സ്റേ. മുട്ടിന്റെ എക്സ്റേയിൽ നമുക്ക് ഫ്രാക്ചറുകൾ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ലിഗമെന്റ് അവൽഷൻ ആയിട്ട് വരാറുണ്ട്. ചില സമയത്ത് എക്സ്റേ വളരെ നോർമൽ ആയിരിക്കാം. അതിന് മുകളിലേക്ക് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ആണ് MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഇവിടെ റേഡിയേഷന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഇമേജിംഗ് ആണ്. അല്പം ചിലവേറിയ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ പോലും എല്ലാ ലിഗമെന്റുകളെയും കൃത്യമായി കാണാനും എന്താണ് അതിന്റെ ഗ്രേഡ് ഓഫ് ഇഞ്ചുറി എന്ന് അറിയാനും MRI കൊണ്ട് സാധിക്കും. കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ACL. ഈ ലിഗമെന്റിന്റെ കണ്ടിന്യൂറ്റി, അതായത് ഈ ഫൈബേഴ്സ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ അത് പൊട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്?
അക്യൂട്ടായ ഒരു ഇഞ്ചുറിയിൽ എപ്പോഴും നമ്മൾ പേഷ്യന്റിനോട് ഐസ് പാക്കും റെസ്റ്റുമാണ് പറയാറ്. ഐസ് പാക്ക് ആണ് എപ്പോഴും ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും ഹീറ്റ് വെക്കാൻ പാടില്ല. ഹീറ്റ് ഇൻഫ്ലമേഷൻ കൂട്ടുകയേ ചെയ്യുള്ളൂ. അത് വേദന വർദ്ധിപ്പിക്കും. ഐസ് പാക്കിനോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് ലോങ് നീ ബ്രേസ് ആൻഡ് ഷോർട്ട് നീ ബ്രേസ്. അത് നമ്മളുടെ ഇഞ്ചുറിയുടെ സിവിയറിറ്റി അനുസരിച്ച് ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഈ ബ്രേസുകളെല്ലാം തന്നെ മുട്ടിന്റെ ചലനം കുറയ്ക്കുകയും മുട്ടിലുണ്ടായ നീര് വലിയാൻ സഹായിക്കുകയും ചെയ്യും. നീരെല്ലാം വലിഞ്ഞ് വേദന കുറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി വേദന കുറയുന്നതനുസരിച്ചും നമ്മുടെ ലിഗമെന്റിന്റെ സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ചും നമുക്ക് നമ്മളുടെ ഫിസിയോതെറാപ്പി മെച്ചപ്പെടുത്തിക്കൊണ്ട് വരാം. ഇങ്ങനെ മെച്ചപ്പെട്ടു വരാത്ത പേഷ്യൻസിൽ നമ്മൾ പറയുന്ന മറ്റൊരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ് ആർത്രോസ്കോപ്പിക് ACL റീകൺസ്ട്രക്ഷൻ സർജറി. പേഷ്യന്റ് തന്നെ മുട്ടിൽ നിന്ന് നമുക്ക് ചിരട്ടയുടെ താഴേക്കുള്ള ലിഗമെന്റോ അല്ലെങ്കിൽ തുടയുടെ പിൻവശത്തേക്കുള്ള ലിഗമെന്റോ നമുക്ക് എടുത്ത് ഇതുപോലെ ACL ഗ്രാഫ്റ്റ് ഉണ്ടാക്കുകയും ACL നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യാം. അതിന് നമുക്ക് ബോൺ പറ്റല്ലാർ ടെൻഡൻ ബോൺ ഗ്രാഫ്റ്റ് എന്നോ ക്വാഡ്രിപ്പിൾഡ് STGT ഗ്രാഫ്റ്റ് എന്നോ പറയും. ഇങ്ങനെയുള്ള ഒരു സർജറിക്ക് ശേഷം പേഷ്യന്റിന് വേദന കുറയുന്നതനുസരിച്ച് എക്സസൈസുകൾ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. അത് സർജന്റെയും ഫിസിയോതെറാപ്പിസ്റ്റിന്റെയും നിർദ്ദേശത്തിനനുസൃതമായി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. സർജറി കഴിഞ്ഞുള്ള ഫിസിയോതെറാപ്പി കൃത്യമായി ചെയ്യാത്ത ആളുകളിൽ ചിലപ്പോൾ മുട്ടുവേദനയും സ്റ്റിഫ്നെസ്സും ജോയിന്റ് സ്റ്റിഫ് ആവുന്ന ഒരു പ്രവണതയും കണ്ടുവരാറുണ്ട്. സർജറി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഫിസിയോതെറാപ്പി എന്നും പല ആളുകളും മനസ്സിലാക്കുന്നില്ല. ഫിസിയോതെറാപ്പി ആദ്യം തൊട്ടേ തുടങ്ങേണ്ടതും അതിന്റെ ഫോളോ അപ്പിൽ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. താങ്ക് യു.